ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ശാലിനിയെ അകത്തേക്ക് വിളിക്കണ്ടെന്ന് ഭാമ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അത് വിഷ്ണുവേട്ടൻ മറ്റൊരു പെണ്ണിനെ താലികെട്ടി കൊണ്ടുവന്നത് കൊണ്ടാണോ സത്യമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ശ്യാമേ, നിനക്കിപ്പം നിന്റെ ചേച്ചിയോട് കൂറ് തോന്നിയോ? അതെ സത്യാമ്മേ, എനിക്ക് തോന്നി. വിഷ്ണുവേട്ടന്റെ ഭാര്യയെ അകത്തേക്ക് വിളിക്കാനല്ല ഞാൻ സത്യാമ്മയോട് പറഞ്ഞത്, എന്റെ കൂടെ പിറപ്പിനെ അകത്തേക്ക് വിളിക്കാനാണ്. ഏത് കോടതിയോ സത്യാമ്മയോ ആരൊക്കെ വിചാരിച്ചാലും എന്റെയും എന്റെ കുഞ്ഞച്ചിയുടെയും ബന്ധത്തെ ഒരിക്കലും മുറിച്ചു കളയാനാകില്ല. പട്ടിണിയിലും ദുഃഖത്തിലുമെല്ലാം ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നവരാ ഞങ്ങളൊക്കെ. അതുകൊണ്ട് ശാരദാമ്മയുടെ മക്കളൊന്നും ഒരിക്കലും ഒന്നിനെയും തള്ളിപ്പറയില്ല. 6 വർഷക്കാലം സത്യാമ്മ എന്നെ കൂട്ടിലിട്ട തത്തയെ പോലെയല്ലേ വളർത്തിയത്. ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയുടെയോ കുഞ്ഞച്ചിയുടെയോ വല്യച്ചിയുടെയോ പിന്നാലെ പോയിട്ടില്ല. അത് രോഹിത്തിനോടുള്ളയും സത്യാമ്മയോടുള്ളയും ഇഷ്ടം കൊണ്ടും കൂറുകൊണ്ടും മാത്രമാ. പക്ഷേ ഇപ്പോ ഇവിടെ പൂമുഖത്ത് വന്നു നിൽക്കുന്നത് എന്റെ കുഞ്ഞേച്ചിയാ. ഒരിക്കലും കുഞ്ഞേച്ചിയെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാതിരിക്കില്ല. ഇതിന്റെ പേരിൽ സത്യാമ്മ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം എന്റെ മോൾക്ക് വേണമെന്ന് പറഞ്ഞ് ശ്യാമ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ രാഘവൻ നായർ പറയുകയാണ്, മോളെ, മോള് പോയി വിളിച്ചിട്ട് വാ. ഇതിന് ഇവൾക്ക് എന്ത് ന്യായമാ പറയാനുള്ളതെന്ന് എനിക്കൊന്ന് കേൾക്കണമല്ലോ. ഇത് കേൾക്കുന്ന സത്യഭാമ തലകുനിച്ച് നിൽക്കുമ്പോ ശ്യാമ പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന കാർത്തികയാണ്. മധുശ്രീ കാർത്തികയുടെ പിന്നാലെ ചെല്ലുകയാണ്. എന്റെ കാർത്തികെ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോഴാണ് രണ്ടുപേരും താഴേക്ക് നോക്കുന്നത്. ശാലിനിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തികയും മധുശ്രീയും. പിന്നീട് കാണിക്കുന്നത് ശ്യാമ ശാലിനിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നതാണ്. വരുന്നില്ലെന്നൊക്കെ ശാലിനി പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് ശ്യാമ ശാലിനിയെ അകത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് കാണുന്ന മധുശ്രീ കാർത്തികയോട് പറയുകയാണ്, ഈ ഗുളിക നീ കൊടുക്കേണ്ടതേ ശാലിനിക്ക് തന്നെയാ. ഈ ഫംഗ്ഷനിൽ വെച്ച് തന്നെ അവള് ചത്തും മരച്ചു കിടക്കുന്നത് എനിക്കൊന്ന് കാണണം. പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ്. മധുശ്രീ കാർത്തികയോട് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോ പറ്റില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കാർത്തിക. അതേസമയം ശാലിനി അകത്തേക്ക് കയറുമ്പോ രാഘവൻ നായർ പറയുകയാണ്, ഇപ്പോഴാ ഇതൊരു സമ്പൂർണ്ണ കുടുംബമായത്. പൊന്നി, സത്യയും പപ്പിയും എവിടെയെന്ന് ശാലിനി ചോദിക്കുമ്പോ അവര് ഡ്രസ്സ് മാറാൻ പോയിരിക്കുകയാണെന്ന് പൊന്നി പറയുന്നു. നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ശാലിനി പറയുമ്പോ ശാലിനിയെ കൂട്ടിക്കൊണ്ട് പൊന്നി മുകളിലേക്ക് പോകുന്നു. സമയം ജയശങ്കർ പോലീസുകാരുടെ കൂടെ സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ്. ജയശങ്കറിനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തിക. മധുശ്രീ, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് കാർത്തിക പറയുമ്പോ ഞാൻ ഇതൊക്കെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പരിഹരിച്ചു തരാം. പക്ഷേ ഈ ഗുളിക നീ അത് കൊടുക്കണമെന്ന് മധുശ്രീ പറയുമ്പോ കാർത്തിക അതിന് സമ്മതിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയശങ്കറും പോലീസുകാരും കൂടി അകത്തേക്ക് കയറുന്നതാണ്. ഞങ്ങൾ ഇവിടെ ഒരു കുട്ടിയെ അന്വേഷിച്ച് വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികയുടെ ഫോട്ടോ തന്റെ ഫോണിൽ എല്ലാവരെയും കാണിക്കുകയാണ് ജയശങ്കർ. എന്നാൽ ഫോൺ ലോക്കാകുന്നത് കൊണ്ട് ആർക്കും കാണാൻ സാധിക്കുന്നില്ല. വീണ്ടും ലോക്ക് മാറ്റി ഫോട്ടോ കാണിക്കുമ്പോഴേക്കും മധുശ്രീ അങ്ങോട്ടേക്ക് വന്ന് ജയശങ്കറിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുകയാണ്. ഈ കുട്ടിയെ ഞാൻ കണ്ടിരുന്നു, ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ വെച്ചാ കണ്ടതെന്ന് മധുശ്രീ പറയുന്നു. ഫോൺ ഇങ്ങ് തന്നെ, ഞാൻ നോക്കട്ടെ എന്ന് ഭാമ പറയുമ്പോ ഇവരിങ്ങാനും ഈ ഫോട്ടോ കണ്ടാൽ അതോടെ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന് മധുശ്രീ മനസ്സിൽ പറയുന്നു. അതേസമയം SI മധുശ്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മേഡത്തിന് എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇവിടുന്നും എന്തെങ്കിലും തരികിട ഒപ്പിക്കാനാണെങ്കിൽ അവിടെ നിങ്ങളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ സെൻട്രൽ ജയിലിലെ സുസ്മിത, അവൾക്ക് കമ്പനിക്കാരിയായിട്ട് കൂടെ പോകാം. ഇല്ല, ഞാനിപ്പോ നന്നായെന്ന് മധുശ്രീ പറയുന്നു. ആ ഫോണിന്റെ ലോക്ക് ഒന്നുകൂടി മാറ്റി കാണിക്കാൻ ഭാമ പറയുമ്പോ ജയശങ്കർ പറയുകയാണ്, സോറി മേഡം, ഞങ്ങൾക്കുടൻ തന്നെ ചാരുമൂടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ജയശങ്കർ അവിടെ നിന്ന് പോകുമ്പോൾ അമ്പരപ്പോടെ നിൽക്കുകയാണ് സത്യഭാമയും മറ്റുള്ളവരും. പിന്നീട് കാണിക്കുന്നത് മധുശ്രീ കാർത്തികയുടെ കയ്യിലേക്ക് ആ ഗുളിക കൊടുക്കുന്നതാണ്. അങ്ങനെ കാർത്തിക ആ ഗുളിക കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.